ഉണ്ടായ സംഭവങ്ങൾ വളരെ നടുക്കുള്ളതും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുമാണ്. ഇത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ തന്നെ ആലോചിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെയും സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെ മുന്നിലോട്ട് ഒരു ക്രൂരകൃത്യം ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ പ്രതിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകണമെന്നുള്ളതാണ് ബന്ധു എന്നുള്ളതിലേക്ക് ഇതിനോട് ആസ്പദമായി പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ വ്യവസ്ഥക്കനുസരിച്ച്, നിയമത്തിനനുസരിച്ച് പല നിലക്കും ഊരിപ്പോരുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അതിനപ്പുറത്ത് ലഹരിയുടെ ഒരു വലിയ അതിപ്രസരം കൊണ്ടാണ് ഇത്തരം ക്രൂരവും പൈശാചികവുമായിട്ട് രീതിയിലാണ് മുന്നിലിട്ട് വെട്ടി ശരിയാക്കി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായെന്നുള്ളതൊക്കെ തന്നെ ഉപ്പ, അദ്ദേഹത്തിൻ്റെ പരിക്ക് നിസ്സാരമല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പരിക്കൊക്കെ ആണുള്ളത്. കൂടുതൽ സംസാരിക്കാൻ കഴിയും തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഉപ്പ പറയും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ അനിശ്ചിതത്വം തുടർന്ന സമയത്ത് തന്നെ കുട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ പല നിരക്കും മാലിന്യ കമ്മിറ്റിയും കാരണവന്മാരൊക്കെ തന്നെ പഞ്ചായത്ത് പറയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ കുടുംബം ഇവൻ്റെ കാര്യത്തിൽ താല്പര്യമെടുത്ത് ഈ വിഷയം പരിഹരിക്കാമെന്ന ഒരു ശ്രമവും നടത്തിയില്ല. അങ്ങനെ എല്ലാവരുടെ ശ്രമത്തിന് ശേഷമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ട് സമീപിക്കുന്നത് കഴിഞ്ഞ 28-ാം തീയതി. അതിനുശേഷം ഇത്രയും സമയത്തും ഈ സംഭവം നടക്കുന്നത് വരെയും പോലീസ് ഈ പ്രദേശം സന്ദർശിക്കുകയോ വീട്ടുകാരോട് വന്ന് കാര്യം ചോദിക്കുകയോ ഇരു കൂട്ടരെ ഒന്ന് വിളിച്ചിരുത്തുന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ആ നിലപാടുമാണ് ഇത് കൊലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം നിന്നെ ഒരു ഉപാധി ഇല്ലാതെ എൻ്റെ അപ്പുറം പോരുകയാണെങ്കിൽ പോരുക, പോന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പല തവണയും ഈ കുടുംബത്തോട് ആക്രോശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല രീതിയിലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന് നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഒരു ഗൗരവം എടുക്കായ പോലീസിൻ്റെ ഭാഗത്ത് വന്ന് സാധാരണ ഒരു പെറ്റീഷൻ്റെ മുകളിൽ വന്ന് വീട്ടിലൊന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരവസ്ഥ പണ്ടൊക്കെ നമ്മുടെ പെറ്റീഷൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇത് വാങ്ങി വെച്ചിട്ട് സൗകര്യപ്രദമായ സമയത്തൊന്ന് വിളിക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു മൂവ്മെൻറ്റും ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് പോലീസ് സ്വീകരിക്കാത്തൊരു സമീപനം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വലിയ അപകടമായ രീതിയിലേക്ക് ഈ കേസ് മാറിയിട്ടുള്ളത്. ഒരു 10-22 വയസ്സായ ഒരു കുട്ടി നഷ്ടപ്പെടുകയും അതോടൊപ്പം 3 വയസ്സായ ഒരു കുട്ടി അനാഥാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി എന്താണ് ഉണ്ടായെന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കി കറക്റ്റ് ചെയ്ത് പറഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെക്കൻ്റെ പ്രതിയുടെ ഉമ്മ പറയുന്നത് കേട്ടു, അവൻ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും അത് അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ആളല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിക്കും അത് കൊല ചെയ്തതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് ഉമ്മയും ഉപ്പനെയും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. ഈ കുട്ടിയെ ദ്രോഹിക്കുന്ന സമയത്തൊക്കെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൻ്റെയും അവൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഒരു നികൃഷ്ടമായ രീതിയിൽ കുട്ടിയെ ദേഹോപദ്രവം ചെയ്യുന്നത്. പല സമയത്തും ഈ ലഹരിക്ക് അഡിക്റ്റായി വന്നിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പല സമയത്തും അത് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടി അവസാന റൗണ്ടാണ് ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളത്. കാരണം ഒരു സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു പോയ ആളുകൂടെ വിവാഹം കഴിച്ച് പോയത് ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൻ്റെയും കൂടുതൽ താല്പര്യം കൊണ്ട് ആകാത്തത് കൊണ്ട് വരാനുള്ള മടികൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരാതെന്നത്. അവസാന റൗണ്ടിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലക്കാണ് തിരിച്ചു വന്ന് പരിഹരിക്കപ്പെടാൻ റംസാനൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള നിലക്കാണ് നമ്മളും ഒന്ന് കാത്തിരുന്നത്. അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഉപ്പ എന്നുള്ളവർക്ക് ഉപ്പ പറയും. അടുത്ത ശിക്ഷ നൽകി പോകണമെന്നൊന്നും ഇതിൻ്റെ അകത്ത് മറ്റ് മെല്ലപ്പോക്ക് നയം സ്വീകരിച്ച പോലീസിൻ്റെ നേർക്ക് അവരാരാണോ അതിന് ആ നടപടികൾ മുന്നോട്ട് പോയത് അവർക്കെതിരെയും ഇതിൻ്റെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് മേലധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.